126 സങ്കീർത്തനം അതിന്റെ ആമേൻ സ്തോത്രം 1-ാമത്തെ വാക്യം വായിക്കാം. യഹോവ സീയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. നോക്കണം, അവിടെ 2 കാര്യങ്ങൾ പറയുകയാ. ആമേൻ, ഒരു മടങ്ങി വരവ് സംഭവിച്ചു. ഹല്ലേലൂയ. സിയോന്റെ പ്രവാസികൾ മടങ്ങി വന്നു. ഹല്ലേലൂയ. അവർ ബാബേൽ പ്രവാസത്തിലായിരുന്നവരെ ആമേൻ വചനം പറയുന്ന യഹോവ അവരെ മടക്കി വരുത്തി. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആമൻ നമുക്കും നിശ്ചയമായിട്ട് ഉറയ്ക്കാം. ഹല്ലേലൂയ. ആമൻ, ഒരു സമയത്ത് ശത്രുവിൻ്റെ നാട്ടിലേക്ക്, അന്യദേശത്തിലേക്ക്, പ്രവാസത്തിലേക്ക് പോയവർ ഒരിക്കലും മടങ്ങി വരില്ല എന്ന് അവർ ചിന്തിച്ചു. ആമൻ, പ്രവാസത്തിലായിരുന്നപ്പോൾ മറ്റുള്ള ജാതികൾ ചിന്തിച്ചു, അവരെ പ്രവാസികളാക്കിയവർ ചിന്തിച്ചു, ഇവരെ ഒരിക്കലും വിടുകയില്ല. എന്നാൽ വചനം പറയുന്നു, ദൈവത്തിൻ്റെ തക്ക സമയത്ത് അവൻ അവരെ മടക്കി വരുത്തി. ദൈവത്തിൻ്റെ തക്ക സമയത്ത് അവൻ അവരെ വിടുവിച്ചു. ഇന്ന് പകലിൽ ഹല്ലേലൂയ അവൻ ഈ വചനത്തിന്റെ പ്രാരംഭ നിമിഷങ്ങളിൽ അവൻ ജീവിതത്തോട് ചേർത്ത് വെച്ച ഈ വചനം ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. എത്രയോ തവണ ശത്രു വാദിച്ചു, ഇനി ഇതിൽ നിന്നൊരു മടങ്ങി വരവില്ല. അവൻ ഇനി ഇതിൽ നിന്നൊരു തിരിച്ചു കയറ്റമില്ല. അവൻ ഇനി ഇതിൽ നിന്നൊരു വ്യത്യാസമില്ല. അവൻ ഇനി ഇതിൽ നിന്ന് അവൻ ഒരു അവസ്ഥയ്ക്ക് വ്യതിയാനമില്ലെന്ന് ശത്രു വാദിച്ച സമയങ്ങളില്ലേ? ദേശം പറഞ്ഞ സമയങ്ങളില്ലേ? പ്രിയപ്പെട്ടവർ പറഞ്ഞവരില്ലേ? എന്നാൽ ഇന്ന് പകൽ അതിന് അടിവര ഇട്ടുകൊണ്ട്, അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഇന്ന് പകൽ ആത്മാവിൽ പറ, അവൻ ഏത് സാഹചര്യത്തിൽ നിന്നും മടക്കി വരുത്താൻ കഴിയുന്നവൻ, ഏത് സാഹചര്യത്തിൽ നിന്നും പുറത്ത് കൊണ്ടുവരുവാൻ കഴിയുന്നവൻ, അവൻ സകലത്തെയും സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്, ഒരു ദൈവത്തെയാണ് ഞാൻ സ്തുതിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. അവിടെ ആ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ചേർന്ന് പറയുക, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ. അപ്പോൾ അതവരുടെ ഒരു സ്വപ്നമായിരുന്നു, നടക്കുമെന്ന് ചിന്തിച്ചൊരു കാര്യമേ അല്ല. ആമേൻ സ്തോത്രം. എന്നാൽ അവൻ ആ സ്വപ്നം പോലും നിറവേറ്റുവാൻ ഇടയായി. ഇന്ന് പകലിൽ ഹല്ലേലൂയ വിവിധ സ്വപ്നങ്ങളും ഹൃദയത്തിൽ കരുതി അവൻ ജീവിതത്തിൽ ഇനി നടക്കുമോ? അവൻ ഇങ്ങനെ ഒരു മറുപടി, അവൻ ഉത്തരം ലഭിക്കുമോ? അവൻ ഇങ്ങനെ ഒരു സ്വപ്നം നിറവേറുമോ എന്ന് കരുതി ചില സ്വപ്നങ്ങളെ കുഴിച്ചു മൂടി അവൻ ഇനി ആ സ്വപ്നങ്ങൾക്ക് ജീവൻ വെക്കത്തില്ലെന്ന് കരുതിയിരിക്കുന്ന അവൻ ദൈവജനത്തോട്, വ്യക്തികളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറയാ, അവൻ ഏത് പ്രവാസത്തിൽ നിന്നും നിന്റെ സ്വപ്നത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും, നിന്റെ ദർശനത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിയും, നിന്റെ വാഗ്ദത്തത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും, നിന്റെ മറുപടിയെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. ഇവര് സന്തോഷത്തോടെ പാടുക, അവന് ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വിടുതൽ നടക്കുമെന്ന് അവര് ചിന്തിച്ചിട്ടില്ല. അവർക്ക് സ്വപ്നം നടക്കുന്ന സംഭവം, പക്ഷെ എങ്ങനെയാ തോന്നുന്നേ? സ്വപ്നം അല്ലേ? നമുക്കറിയാം, ഒരു സ്വപ്നത്തിന് വില കൊടുത്തവനെ കുറിച്ച് നമുക്കറിയാം. യോസഫിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. സ്വപ്നം കണ്ടതേ ഉള്ളൂ, പിന്നെ എല്ലാം പ്രതിസന്ധിയായിരുന്നു അല്ലേ? പ്രതീക്ഷിക്കാത്ത പൊട്ടക്കിണർ, ആമൻ അടിമക്കച്ചവടം, ആമൻ സ്തോത്രം ഹല്ലേലൂയ, പുത്തിവേറിന്റെ ഭവനം, അവിടുന്ന് കാരാഗ്രഹം, ആമൻ സ്നേഹിതർ, ആമൻ കൈവിടുന്നു, ഒരു സാഹചര്യവുമില്ല, ഓർക്കാമെന്ന് പറഞ്ഞവർ തള്ളിക്കളഞ്ഞു. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ആമൻ യോസേഫിനോട് കൂടെ ഇരുന്നവൻ, അവനെ വഴി നടത്തിയവൻ, അവനെ പുറത്തു കൊണ്ടുവന്നവൻ, ഹല്ലേലൂയ, അവനോട് കൂടെ ഇരുന്ന അവന്റെ സ്വപ്നത്തെ നിവർത്തീകരിച്ചെങ്കിൽ ഇന്ന് പകൽ ആമൻ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ആമൻ ആരാധനയുടെ ദിവസം അവൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ആമൻ ദൈവത്തോടു കൂടെ നടക്കാൻ നീ തയ്യാറായാൽ വഴി ഏതാണെന്ന് അറിയണമെന്ന് നിശ്ചയമില്ല, വഴിയിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ എന്തെന്ന് അറിയണമെന്ന് നിശ്ചയമില്ല. എന്നാൽ ഇതിന്റെ അകത്തുനിന്നെല്ലാം നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമൻ സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. ഞാൻ ആ സങ്കീർത്തനത്തിൽ പ്രധാനമായിട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആമൻ ചില കാര്യങ്ങളിലേക്ക് വരാം. ആമൻ സ്തോത്രം. ആമൻ 2-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറയുന്നത്, യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കും. ദൈവം നമ്മിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ മതിയായവനാണ്. ആമൻ സ്തോത്രം. അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. തിരുവചനം നമ്മൾ പഠിച്ചാൽ വിതയും കൊയ്ത്തും ഒരു ആമൻ സ്തോത്രം ഭൂമിയുടെ തത്വമാണ്. സങ്കീർത്തനത്തിൽ ഈ വാക്യം വളരെ പരമപ്രധാനമായിട്ട് കാണുവാൻ സാധിക്കുന്നു. ആർക്കാണ് കൊയ്യാൻ കഴിയുന്നത്? ഹല്ലേലൂയ. ആർക്കാണ് ആർപ്പിടാൻ കഴിയുന്നത്? ആമൻ വചനത്തിൽ വളരെ വ്യക്തമായി പറയുക, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. തിരുവചനം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ എവിടെയൊക്കെ കണ്ണുനീർ വീണോ അവിടെ എല്ലാം മറുപടി കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതം ഒന്ന് എടുത്ത് പരിശോധിച്ചോട്ടെ. ഞാൻ ഇങ്ങനെ ചോദിക്കാൻ ആഗ്രഹിക്കുക,
ഏതെങ്കിലും വിഷയത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതിരുന്നിട്ടുണ്ടോ? ഇത് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. അപ്പോൾ പ്രാർത്ഥനയുടെ വിവിധ തലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുന്ന, രഹസ്യത്തിലുള്ള പിതാവ്, അവൻ പിതാവിനെ കണ്ടു പ്രാർത്ഥിക്കുന്നത്, അവൻ യാചിക്കുന്നത്, അന്വേഷിക്കുന്നത്, മുട്ടുന്നത്, ഓക്കെ അവൻ സ്തോത്രം, കവിണ് വീണ് പ്രാർത്ഥിക്കുന്ന, സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്ന, കൈകൾ ഉയർത്തി ഒരുപാട് മാതൃകകൾ തിരുവചനത്തിൽ കാണാൻ സാധിക്കുന്നു. ആമേൻ. അതുപോലെ ആമേൻ സ്തോത്രം, ഇന്ന് നാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക, വിതയ്ക്കുന്നവനെ കുറിച്ച് പറയുക. വിതയ്ക്കുന്നവൻ, ഹല്ലേലൂയ. സാധാരണ വിതയ്ക്കുന്നവൻ കൃഷിസ്ഥലം ഒരുക്കിയിട്ടിട്ട് വിത്തുമായി കടന്നു എന്ന് വിതച്ചാൽ മതി, അല്ലേ? ആമേൻ സ്തോത്രം. വിതച്ചാൽ പോരെ, എല്ലാ കാര്യങ്ങളും അനുകൂലമായാൽ വിതച്ചാൽ മതി. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഒരാൾ കണ്ണുനീരോടെ വിതയ്ക്കുക? സാധാരണ അങ്ങനെ ആരെങ്കിലും കൃഷിക്കാർ ചെയ്യാറുണ്ടോ? കണ്ണുനീരോടെ വിതയ്ക്കുക. കണ്ണുനീര് സാധാരണഗതിയിൽ വിതയ്ക്കാൻ സാധിക്കും. താല്പര്യത്തോടെ, ആത്മാർത്ഥതയോടെ, ഉത്സാഹത്തോടെ, പരമാർത്ഥതയോടെ ഒക്കെ വിതയ്ക്കാൻ സാധിക്കും. എന്നാൽ സങ്കീർത്തനക്കാരൻ ഒരുവനെ കുറിച്ച് പറയുക, അവൻ്റെ വിതയ്ക്കുന്നതിൻ്റെ പ്രത്യേകത, അവൻ കണ്ണുനീരോടെ വിതയ്ക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ആത്മാവിൽ ഞാൻ പറയാം, ഹല്ലേലൂയ, അവൻ കണ്ണുനീരോടെ വിതയ്ക്കാൻ തയ്യാറായാൽ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, കണ്ണുനീരോടെ ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ, അവൻ കണ്ണുനീരോടെ വിശ്വസിക്കാൻ, കണ്ണുനീരോടെ വിതയ്ക്കാൻ അവൻ തയ്യാറായാൽ, ആ കണ്ണുനീരിന് ഫലമില്ലാതെ ഇരിക്കുകയില്ല. അവൻ നമുക്കറിയാം, ഹിസ്കിയാവ് ആമൻ, ഹിസ്കിയ രാജാവ് ആമൻ സ്തോത്ര, യശയാപ്രവചനത്തിൽ നാം കാണുന്നു, പ്രവാചകൻ ആമൻ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. അവൻ്റെ ലാസ്റ്റ് ഡേറ്റ് അങ്ങ് പറഞ്ഞു, അല്ലേ? എക്സ്പയറി പറഞ്ഞു, ഇനി ഒരു സാധ്യതയും ഇല്ല. അവൻ ആ യശയാപ്രവചനം 38-ാമത്തെ അവൻ അധ്യായത്തിലേക്കൊന്ന് വരാം. അവൻ അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിനോട് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവയെ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. ആമേൻ. 1-ാമത്തെ വാക്യത്തിൽ ചെന്ന് പ്രവാചകൻ നേരെ വീട്ടിൽ ചെന്ന് പറയുക, നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. അവൻ മുഖം ചുവരിന് നേരെ തിരിച്ചു ദൈവത്തോട് പറയാൻ തുടങ്ങി, കർത്താവേ, ഞാൻ നിന്നെ ഇതുവരെ ഏകാഗ്രതയോടെ, വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ സേവിപ്പാൻ ഇടയായി. അവൻ മുഖം ചുവരിന് നേരെ തിരിഞ്ഞ് ഏറ്റവും കരയുവാൻ ഇടയായി. എന്താണ് അതിൻ്റെ ഫലം നടന്നത്? അവൻ അടുത്ത വാക്യം വായിച്ചാട്ടെ. എന്നാൽ യിശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. അവൻ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ, അവൻ ഈ കണ്ണുനീരോടെ വിതയ്ക്കുന്നവന്റെ പ്രത്യേകത, ഹല്ലേലൂയ, ആ കണ്ണുനീരാരും കണ്ടില്ലെങ്കിലും ആ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. അവൻ ആ കണ്ണുനീര് അറിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ ഹല്ലേലൂയ ദൈവവേദലേ, അവൻ സ്തോത്രം, ഇനി ഒരു സാധ്യത ഇല്ലെന്ന് പറഞ്ഞ് അവൻ സ്തോത്രം, അവൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്ന വിഷയമാണെങ്കിലും നീ കരയാൻ തയ്യാറായാൽ, അവൻ അടുത്ത നിമിഷം നീ കരയുന്ന നിമിഷം അവൻ അതേ നിമിഷം അവൻ തന്നെ നിനക്ക് വേണ്ടി വഴികളെ തുറക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രവാചകൻ നടുമിറ്റം വിട്ടു പോകുന്നതിന് മുൻപേ ദൈവത്തിന്റെ ആത്മാവ് അവനോട് അരുളി ചെയ്തു, നീ മടങ്ങിച്ചെന്ന് യെശയ്യാവിനോട് പറയണം. യെസ്, എന്താണ്? നിന്റെ പ്രാർത്ഥന ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. സ്തോത്രം. ഞാൻ നിന്റെ നിലവിളി കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടു. ഇന്ന് പകലിൽ ആമൻ സ്തോത്രം, ദൈവാത്മാവിൽ ദൈവജനത്തെ ഓർപ്പിക്കട്ടെ. ആമൻ, നമ്മുടെ ദൈവം ഹല്ലേലൂയ, ആമൻ കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമുക്കറിയാം, ആമൻ ഹാഗാറിന് അബ്രഹാം കൊടുത്തു വിട്ട്, ആമൻ ഒരു തുരുത്തി വെള്ളം അവൾക്ക് കൊടുത്തു വിട്ടാടാ. ആമൻ അതെല്ലാം തീർന്നപ്പോൾ ആമൻ ഹല്ലേലൂയ കുറുങ്കാട്ടിൽ മരുഭൂമിയിൽ ആമൻ കുഞ്ഞിനെ മാറ്റിയിട്ടിട്ട് ആമൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അവന്റെ മരണം
കാണണ്ട. അടുത്ത സ്റ്റേജ് എന്താണ്? മരണമാണ്. ഹല്ലേലൂയ. അവൾ നിലവിളിക്കാൻ തുടങ്ങി, അവൾ കരയാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അതേ മരുഭൂമിയിൽ ആമൻ അവൾക്ക് വേണ്ടി നീരുറവ തുറന്നെങ്കിൽ ഇന്ന് പകലിൽ ആമൻ സ്തോത്രം ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ പറയാം, അവൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി, ജീവിതത്തിലെ സാഹചര്യങ്ങൾക്ക് വേണ്ടി, അവസ്ഥകൾക്ക് വേണ്ടി കണ്ണുനീരോടെ വിതയ്ക്കാൻ തയ്യാറായാൽ അവൻ സ്തോത്രം ഇനി ഒരു സ്റ്റെപ്പില്ലെന്ന് പറയുന്ന ഇടത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ആമൻ സ്തോത്രം ആമൻ തലമുറകൾ ഇല്ലാതിരുന്ന സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം ഇന്ന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ഏത് വിഷയമാകട്ടെ, അതല്ലേ ഹന്ന ആലയത്തിലേക്ക് വന്നു, അവളുടെ ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞിരുന്നു, അവൾ വ്യസനത്തോടെ അവൾ പ്രാർത്ഥിച്ചു. അവളുടെ കണ്ണുനീർ അവൻ ഏലി പുരോഹിതന് മനസ്സിലായില്ല. എന്നാൽ അവളുടെ കണ്ണുനീർ കണ്ട്, അവളുടെ പ്രാർത്ഥന കേട്ട് അവൾക്ക് ഉത്തരം അരുളിയ ഒരു ദൈവം ഇന്ന് പകൽ ഇതിന് നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കാൻ തയ്യാറാ? ഹല്ലേലൂയ. ദൈവപൈതലേ, നിന്റെ ഹൃദയത്തിനകത്ത വേദന, അവൻ നിന്റെ കണ്ണുനീർ കാണുന്നൊരു ദൈവം. ഒരു തെളിവിടെ പറയാം. കർത്താവിനെ ക്രൂശീകരണത്തിലേക്ക് നയിക്കുമ്പോൾ ജനം കരയാൻ തുടങ്ങി, അവനെ പിൻപറ്റുന്നവർ കരയാൻ തുടങ്ങി, അല്ലേ? കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങളെയും നിങ്ങളുടെ. അപ്പൊ കർത്താവ് പോലും പറയുകയാ, നീ കണ്ണുനീരോടെ ഒന്ന് സ്തോത്രം ചെയ്യാമോ? കർത്താവ് പറയാ, അടുത്ത തലമുറയ്ക്ക്, അടുത്ത സ്റ്റെപ്പിന്, അടുത്ത വഴി തുറക്കാൻ ആമൻ നീ എന്ത് ചെയ്യണം? മറ്റൊന്നും ചെയ്യണ്ട, നീ കരഞ്ഞാൽ മതി. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവപൈതലിനോട് ആത്മാവിൽ ഞാൻ പറയാ, കണ്ണുനീരോടെ വിതയ്ക്കാമോ? ആർപ്പോടെ കൊയ്യും. ഒന്നാമത്തെ ചിന്ത പറയാൻ ആഗ്രഹിക്കുന്ന, കണ്ണുനീരോടെ വിതയ്ക്കണം. രണ്ടാമതൊരു ചിന്ത അതിനുള്ള ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുക, വിശ്വാസത്തോടെ വിതയ്ക്കണം. സ്തോത്രം. എങ്ങനെ? വിശ്വാസത്തോടെ വിതയ്ക്കണം. ആമേൻ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. അവൻ അവരോട് പല ഉപമകളായി പ്രസ്താവിച്ചെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറ് ചൂട് തട്ടി, വേറില്ലായിയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്നു, അതിനെ മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ഇവിടെയും ഒരു വിതയ്ക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. സങ്കീർത്തനത്തിൽ നാം കണ്ണുനീരോടെ വിതയ്ക്കുന്നവനെ കുറിച്ചാണ് കേട്ടത്. അവൻ ഇവിടെയും ഒരുവനെ കുറിച്ച്, വിതയ്ക്കുന്നവനെ കുറിച്ച് കർത്താവ് ഉപമ പറയുകയാണ്. ഇവന്റെ പ്രത്യേകത, ഇവൻ വിശ്വാസത്തോടെ വിതച്ചു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരോടും ആത്മാവിൽ പറയാം, വിശ്വാസത്തോടെ വിതയ്ക്കാൻ തയ്യാറാകുന്നവൻ തോറ്റുപോകത്തില്ല. വിശ്വാസത്തോടെ. അവൻ ഇവിടെ ഇവനെ കുറിച്ച് പറയുന്നത്, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. അവന്റെ പേരൊന്നും അവിടെ പറയുന്നില്ല, അല്ലേ? വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ അത് തിന്നു കളഞ്ഞു, പണി നിർത്തി വീട്ടിൽ പോയില്ല. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. പ്രിയ ദൈവവേദന, കഴിഞ്ഞ നാളുകളിൽ നീ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെച്ചിട്ട്, അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട്, വിശ്വാസത്തോടെ പ്രവർത്തിച്ചിട്ടും ചിലതൊക്കെ പരാജയപ്പെട്ടെങ്കിലും ഇന്ന് പകൽ പരിശുദ്ധാത്മ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുക, അവൻ നീ ദൈവത്തിലാണ് വിശ്വസിച്ചതെങ്കിൽ, അവൻ ഹല്ലേലൂയ, നിന്റെ കഴിവിലോ നിന്റെ ശക്തിയിലോ നിന്റെ അവൻ ജ്ഞാനത്തിലോ അല്ല, അവൻ സ്തോത്രം, നീ ദൈവത്തിൽ വിശ്വസിച്ച് സ്റ്റെപ്പ് വെച്ചാൽ അവൻ സ്തോത്രം, നിനക്കുള്ളത് 30 അല്ല, 60 അല്ല, 100 വിളയുന്ന ഒരു ദിവസമുണ്ടെന്ന് ഇന്ന് പകൽ ആത്മാവിൽ വിശ്വസിക്കാൻ തയ്യാറുള്ളവരോട് അവൻ ഹല്ലേലൂയ ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്, അവൻ വലിയ വിടുതലുകൾ കൊയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു, ചിലത് വഴിയരികെ വീണു, പറവകൾ തിന്നു കളഞ്ഞു. ചിലത് വീണത് പാറസ്ഥലത്താ, അല്ലേ? വളർന്നു, അല്ലേ? പക്ഷെ വേറില്ലായകയാൽ വേഗത്തിൽ ഉണങ്ങിപ്പോയി. അടുത്തത് വീണതോ മുള്ളിൻ്റെ ഇടയിൽ. ഷടാ, വഴിയരികെ മാറി, പാറസ്ഥലം മാറി, പിന്നെ ഉള്ളത് പിന്നെ കൊണ്ടിട്ട് എവിടാ? മുള്ള് ഞെരുക്കിക്കളഞ്ഞു. ഇതിനെ 3 കുറിച്ചും അതേ അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്. ഈ വഴിയരികെ വീണതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ?
ആമേൻ സ്തോത്രം. അതിൻ്റെ അതേ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം കേട്ട് വായിച്ചാട്ടെ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഇരിക്കാഞ്ഞാൽ ദുഷ്ടം വന്നവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്ര വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. നോക്കണമേ, ഈ പറവകൾ തിന്നത് വഴിയരികെ വിതയ്ക്കപ്പെട്ടതിന്റെ പ്രത്യേകത അറിയാമോ? ദുഷ്ടൻ ചിലത് കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? ഈ ദുഷ്ടൻ കൊണ്ടുപോയതിനെ മടക്കി കൊണ്ടുവരണമെങ്കിൽ നീ വിശ്വാസത്തോടെ വിധിക്കണം. ഒരാമേ പറയാമോ? ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ദുഷ്ടൻ കയറി ഇറങ്ങി നശിപ്പിച്ച ചില മണ്ഡലങ്ങളുണ്ട്, ശൂന്യമാക്കിയ ചില മേഖലകളുണ്ട്. നന്മ കിട്ടാഞ്ഞിട്ടല്ല, അനുഗ്രഹം കിട്ടാഞ്ഞിട്ടല്ല, വിടുതൽ പ്രാപിക്കാഞ്ഞിട്ടല്ല. പക്ഷേ ആമേൻ, നീയോ ഞാനോ പ്രതീക്ഷിക്കാതെ, ഞാനും നിങ്ങൾ പ്രതീക്ഷിക്കാതെ വഴിയരികെ വീണതിനെ അറ്റാക്ക് ചെയ്യാൻ വ്യാപരിച്ചു നിന്നൊരു ശക്തിയുണ്ട്. അത് ദുഷ്ടന്റെ ശക്തിയാ. എന്നാൽ ഇന്ന് പകൽ നിനക്കതിനെ മറികടക്കണമെങ്കിൽ വിശ്വാസത്തോടെ വിതയ്ക്കണം. അവൻ നിന്റെ വിത്തിനെ എന്നും ദുഷ്ടൻ കൊണ്ടുപോകത്തില്ല, എന്നും ദുഷ്ടൻ അവകാശമാക്കയില്ല. നമുക്ക് അങ്ങനല്ലേ, ഭയമല്ലേ? ഒരു വേലസ്ഥലം അല്ലെങ്കിൽ ഒരു സമയമാണെങ്കിലും കഴിഞ്ഞ കാലങ്ങൾ അങ്ങനെ ഇടിഞ്ഞു പോയി, കഴിഞ്ഞ കാലങ്ങൾ അങ്ങനെ തോറ്റുപോയി, കഴിഞ്ഞ കാലങ്ങൾ അങ്ങനെ ഇടർച്ചകൾ സംഭവിച്ചു, പിന്നെ ഭയമാ. എന്നാൽ ഇന്ന് പകൽ ആ ഭയത്തെ മാറ്റിവെക്ക. നീ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്ക. കഴിഞ്ഞ കാലങ്ങളിൽ നീ പരാജയപ്പെട്ടതാകാം, നീ ട്രൈ ചെയ്ത ടെസ്റ്റുകളിൽ അവൻ നിനക്ക് വിജയം ലഭിക്കാതിരുന്നിരിക്കുക. അവൻ ഇന്ന് പകൽ ആത്മാവിൽ ഒരു സ്റ്റെപ്പ് വെക്ക. അവൻ നിന്റെ ഭാവിയോടുള്ള ബന്ധത്തിലാകാം, പഠനത്തോടുള്ള ബന്ധത്തിലാകാം, വിശ്വാസത്തോടെ വിതയ്ക്ക. വഴിയരികെ വീണതിനെ കുറിച്ച് വചനം പറയാ, ദുഷ്ടം കൊണ്ടുപോയി. ഇനി പാറസ്ഥലത്ത് വീണതിനെ കുറിച്ച് അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നുവെങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികനെത്രേ. അടുത്ത വാക്യം എഴുതിയിരിക്കുക, വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ. ഈ വിശ്വാസമുണ്ടെങ്കിലും എന്ത് സംഭവിക്കാം? ഞെരുക്കം അല്ലേ? ഞെരുക്കം വരുമ്പോഴാണ് നമ്മളെല്ലാം അങ്ങ് ഞെരുങ്ങുന്നത്. വിശ്വാസത്തെ വരെ ഞെരുക്കിക്കളയും. അടുത്തത് ഉപദ്രവം. നമുക്കൊന്നും ഇപ്പോൾ അത് കിട്ടുന്നില്ല, ഇപ്പോൾ അത് നോർത്ത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും മറ്റുള്ള മേഖലകളിൽ കൂടെ നമുക്ക് ഉപദ്രവം കടന്നു വരാം. എന്നാൽ വചനം പറയുന്നത് വിശ്വാസത്തോടെ വിതയ്ക്കുന്നവൻ അതിനെ പരാജയപ്പെടുത്തും, ഞെരുക്കത്തെ പരാജയപ്പെടുത്തും. ഹല്ലേലൂയ. ഉപദ്രവത്തെ പരാജയപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൈവസന്നിധിയിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക, ദൈവത്തെ വിശ്വസിച്ച് നീ സ്റ്റെപ്പ് വെക്കുമ്പോൾ നിന്റെ ഞെരുക്കത്തെ മാറ്റും, നിന്റെ ഉപദ്രവത്തെ മാറ്റും. അവൻ അടുത്ത മുള്ളിനിടയിൽ വീണതിനെ കുറിച്ച് പറയുകയാ. അവൻ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമാക്കി തീർത്തു. മുള്ളിനിടയിൽ വീണത് പലപ്പോഴും അതാ. ആമേൻ സ്തോത്രം. ദുഷ്ടൻ കൊണ്ടുപോയ ഒരു വശമുണ്ട്. ആമേൻ സ്തോത്രം. രണ്ടാമത് സംഭവിച്ച ആമേൻ സ്തോത്രം ഞെരുക്കവും ഉപദ്രവത്തെ കുറിച്ച് പറയുന്നു. മൂന്നാമത് പറയുക ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന. ഓരോ ദൈവമക്കളും സൂക്ഷിക്കേണ്ടതാ. ഇതിനെതിരെ വിതയ്ക്കണമെങ്കിൽ വിശ്വാസത്തോടെ ഒന്ന് സ്തോത്രം ചെയ്യാമോ? ആമേൻ. വചനം പറയാം വിശ്വാസത്തോടെ. വിശ്വാസം ഭയങ്കര ശക്തിയുള്ളതാ. അതല്ലേ വചനം പറഞ്ഞത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഇവിടെ കർത്താവ് ഒരുവനെ കുറിച്ച് അവൻ പരിചയപ്പെടുത്തുക, അവന്റെ പേര് വിതയ്ക്കുന്നവനെന്ന. പക്ഷെ അവന്റെ വിതയുടെ പ്രത്യേകത, അവൻ വിശ്വാസത്തോടെ വിതയ്ക്കുന്നവനായിരുന്നു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഈ മക്കളോട് ആത്മാവിൽ പറയാ, നീ കണ്ണുനീരോടെ വിതയ്ക്കുന്നതിനോടൊപ്പം നീ വിശ്വാസത്തോടുകൂടെ വിതയ്ക്കണം. വിശ്വാസത്തോടെ വിതയ്ക്കണം. അതിന് ചിലതിനെ പരാജയപ്പെടുത്താൻ കഴിയും. ദുഷ്ടന്റെ ശക്തികളെ പരാജയപ്പെടുത്താൻ കഴിയും, ഞെരുക്കത്തെ പരാജയപ്പെടുത്താൻ കഴിയും, ഉപദ്രവത്തെ പരാജയപ്പെടുത്താൻ കഴിയും, ലോകത്തിന്റെ വഞ്ചന, ധനത്തിന്റെ വഞ്ചന, അതിനെ പരാജയപ്പെടുത്താൻ കഴിയും. ആമേൻ. മൂന്നാമത് ഒരു ചിന്ത ആമേൻ ചേർത്ത് പറയാം. ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 9:6 വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 9:6 വാക്യം. എന്നാൽ ലോകമായി വിതയ്ക്കുന്നവൻ ലോകമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. നോക്കണം, അവിടെയും വിതയ്ക്കുന്നവനെ കുറിച്ചാ. അവിടെ 2 വിധക്കാരെ ഉണ്ട്. ലോഭമായി വിതയ്ക്കുന്നവൻ, മറ്റൊന്ന് ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. സ്തോത്രം. മൂന്നാമത്തെ വിതക്കാരനെ കുറിച്ച് പറയാം, ധാരാളമായി വിതയ്ക്കണം. ഈ പലരും ഇങ്ങനൊരു ചിന്തയുണ്ട്, വിതയ്ക്കാതെ കൊയ്യണം അല്ലേ? സ്തോത്രം. വിതയ്ക്കാതെ അങ്ങ് കൊയ്യണം. കൊയ്ത്ത് ഇഷ്ടമാണ്,
പക്ഷെ വിതയ്ക്കാൻ വയ്യ. അങ്ങനെ ഒറ്റ കാര്യം കിട്ടത്തുള്ളൂ, കള. കള ആർക്കെങ്കിലും വിതയ്ക്കണോ? കള വിതയ്ക്കണോ? തന്നെ കിളിച്ചു വരും. ഇഷ്ടം പോലെ ബണ്ടിൽ കണക്ക് വെട്ടിയെടുക്കത്തക്കണം, ഒരു പ്രയോജനമില്ലാത്തത് കയറി വരും. പക്ഷെ എന്ത് വിതയ്ക്കുന്നോ അതിനനുസരിച്ച് അവൻ. ഇങ്ങനെ തിരുവനന്തപുരത്തിൽ ഒരു കാര്യമുണ്ട്, ആമേൻ സ്തോത്രം, നിനക്ക് നെല്ല് വിതച്ചിട്ട് ഗോതമ്പ് കൊയ്യാൻ പറ്റുമോ? ഇല്ല, അല്ലേ? കൊയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ഏതും. അവൻ മാവിൻ്റെ തൈ നട്ടിട്ട് ചക്ക വെട്ടിയിടാൻ പറ്റത്തില്ല, അതിന്ന് മാങ്ങേ കിട്ടത്തുള്ളൂ. ഇവിടെ വചനം പറയുകയാണ് എങ്ങനെ വിതയ്ക്കണം. കണ്ണുനീരോടെ വിതയ്ക്കണം, വിശ്വാസത്തോടെ വിതയ്ക്കണം, ധാരാളമായി. ഒന്ന് സ്തോത്രം ചെയ്യാമോ? അവിടെ പറയുന്നുണ്ട്, പൗലോസ് ഒരു ലിസ്റ്റ് പറയാം, നിങ്ങൾ ചുമ്മാ ഞാൻ ആത്മാവിൽ പറയുക, ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഈ പട്ടണത്തിൽ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ, ഇവിടെ ഈ യവനക്കാരൊക്കെ കടന്നു വരുന്നെങ്കിൽ, ആണ്ടുകൾക്കും വർഷങ്ങൾക്കും മുൻപേ ധാരാളമായി വിതച്ചവരുണ്ട്, ധാരാളമായി ആമേൻ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെയ്തവരുണ്ട്. നമ്മുടെ പൂർവ്വകാലങ്ങൾ പിതാക്കന്മാരൊക്കെ അങ്ങനെ നിന്നവരാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം, പലപ്പോഴും ധാരാളമായി കൊയ്യണമെന്ന് ആഗ്രഹമുള്ളവരാ ഞാനും നിങ്ങളും. എന്നാൽ ഇന്ന് പകലിൽ വചനം പറയുക, ധാരാളമായി കൊയ്യണമോ, നീ ധാരാളമായി വിതയ്ക്കണം. അത് വചനത്തിന്റെ തത്വമാ. നീ ധാരാളമായി വിതച്ചാൽ ധാരാളമായി കൊയ്യും. ആമേൻ സ്തോത്രം. ആമേൻ. അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ആമേൻ. ഗലാത്യ ലേഖനം 6:8 ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അവിടെ ഒരുത്തിനെ കുറിച്ച് പറയുക, ആത്മാവിൽ വിതയ്ക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ജഡത്തിൽ ആമേൻ സ്തോത്രം. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രാകൃത ശരീരം വിതയ്ക്കുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ 2 ടൈപ്പിലുള്ള വിതയെയും കൊയ്ത്തിനെയും കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പറയാ, ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, എന്നാൽ ആത്മാവിൽ വിതച്ചാൽ. അവിടെ തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ ജഡത്തിന്റെ ചിന്തകളെ കുറിച്ചാണ് പറയുന്നത്. അവൻ 5-ാമത്തെ അധ്യായം നമുക്കറിയാം, അതിൻ്റെ 19 മുതൽ വായിക്കുക. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വമോഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. നോക്കണം, ഇത് ജഡത്തിന്റെ പ്രവർത്തികളാണ്. ഇതിൽ വിതച്ചാൽ ആർക്കെങ്കിലും നന്മ കിട്ടൂ? ഏതായിക്കോട്ടെ, അത് ഭിന്നതയാകട്ടെ, പിണക്കമാകട്ടെ, ദ്വന്ദ്വപക്ഷമാകട്ടെ, ദുർനടപ്പാകട്ടെ, അശുദ്ധിയാകട്ടെ, ദുഷ്കാമമാകട്ടെ, അവിടെ പറയുന്ന ഏത് ലിസ്റ്റോ അത് ജഡത്തിൽ ഏത് വിതച്ചാലും ജഡത്തിൽ നാശം കൊയ്യും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഇനി ഒരുവനുണ്ട് ആത്മാവിൽ വിതയ്ക്കുന്നവനെന്ന്. സ്തോത്രം ചെയ്യാമോ? ആത്മാവിൽ വിതയ്ക്കുന്നവന്റെ പ്രത്യേകത അവിടെ 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. സ്തോത്രം. വചനം പറയുക, ആത്മാവിൽ വിതയ്ക്കണം. 4 തരത്തിലുള്ള വിതക്കാരെ കുറിച്ച് നാം ചിന്തിച്ചു. 1, കണ്ണുനീരോടെ വിതയ്ക്കണം. ഒന്ന് സ്തോത്രം ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കണമേ, ജീവിതത്തിലെ ഏതെങ്കിലും മറുപടികൾ കിട്ടാതെ ഇന്നും തടസ്സമായി നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഹൃദ്യമായി നമ്മെ ഓർപ്പിക്കുക. മുഖം ചുവരിന് നേരെ ചിരിച്ച് അവൻ ഹിസ്കിയാവ് കരഞ്ഞതുപോലെ, ഹാഗാർ അവൻ കുറുങ്കാട്ടിൽ അവൻ കുറ്റിയെ മാറ്റിയിട്ടിട്ട് അവൻ ഹല്ലേലൂയ കണ്ണുനീരൊഴുക്കിയതുപോലെ, ഹന്ന ആലയത്തിൽ കരഞ്ഞതുപോലെ കരയാൻ തയ്യാറാണോ? വചനം പറയുന്നു, അവൻ കണ്ണുനീർ തുരുത്തിയിൽ സൂക്ഷിച്ചു വെക്കുന്ന ദൈവമാ. അവൻ തന്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തി വെക്കും. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമേതിലെ കരയാൻ തയ്യാറായാൽ ആ വിതക്കാരൻ 100 മേനി കൊയ്യും. 2, വിശ്വാസത്തോടെ വിതയ്ക്കുന്നവൻ അവന് 100 മേനി കൊയ്യും. ആമേൻ സ്തോത്രം. 3 നാം വായിച്ചു, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. 4, ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുക, ആത്മാവിൽ വിതയ്ക്കണം, ആത്മാവിൽ വിതയ്ക്കണം, ആത്മാവിൽ വിതയ്ക്കണം. ജഡത്തിൽ വിതയ്ക്കരുത്. ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. ക്രിസ്തുയേശുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ഒരുവൻ അവൻ ജഡത്തിന്റെ പ്രവർത്തികളിൽ വിതയ്ക്കയില്ല, അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കും. ഹല്ലേലൂയ. ആത്മാവിൽ വിതയ്ക്കുന്നവരായി തീരാം. അവൻ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ആമേൻ. കൊയ്ത്തുകാരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ.